കേരള സ്റ്റോറി അതിൻ്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങുകയാണ്. അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങി. ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്താണ് അക്കാര്യത്തിൽ? ഞങ്ങളതിൻ്റെ ഒന്നാം ഭാഗത്തെയും ശക്തമായി എതിർത്തവരാണ്. അതിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചവരാണ്. കേരളത്തിൻ്റേതല്ലാത്ത ഒരു കഥ കേരളത്തിൻ്റേതാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലാകെ പ്രചരിപ്പിക്കാനുള്ള സംഘപരിവാരത്തിൻ്റെ ഒരു അജണ്ടയാണ് ഈ സിനിമ എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കിയവരാണ് ഞങ്ങൾ. ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കഥ ജനങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒരുമിച്ച് സാഹോദര്യത്തോടു കൂടി ജീവിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ, നമ്മുടെ ഒന്നിച്ചുള്ള ജീവിതത്തെയെല്ലാം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെല്ലാം വലിയ രീതിയിൽ കണ്ട് സന്തോഷത്തോടു കൂടി സംസാരിക്കുകയും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നതാണ്. കേരളത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു അന്തരീക്ഷമാണ്, സാമൂഹ്യ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. ഇന്ത്യ ടുഡേ തന്നെ നേരത്തെ ഒരു അവാർഡ്, ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചതിൽ 1-ാം സ്ഥാനം നമ്മുടെ കേരളത്തിനായിരുന്നു. ആ കേരളത്തെയാണ് ഇങ്ങനെ മോശമാക്കാൻ ബോധപൂർവമായി സംഘപരിവാർ അജണ്ടകൾ തയ്യാറാക്കി ഇങ്ങനെ സിനിമയിലൂടെ ഇവർ മുന്നോട്ട് വരുന്നത്. അങ്ങനെയുള്ള ആ സിനിമയുടെ ആദ്യ ഭാഗത്തിന് അവാർഡ് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ. ഒരു രാജ്യത്തെ, ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്തെ ഭരണഘടനാപരമായി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനം മികച്ച രീതിയിൽ പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി വ്യത്യസ്തമായി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ഒരു നിയമ നടപടിയോ മറ്റോ സ്വീകരിക്കേണ്ടേ? അതൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു നുണ പ്രചരിപ്പിക്കുന്ന ഒരു സിനിമക്ക് അവാർഡ് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം തന്നെയാണ്. ഞങ്ങളതിനെതിരെ ഞങ്ങൾക്ക് പറ്റാവുന്ന തരത്തിലെല്ലാം പ്രതിഷേധം അറിയിക്കും. എല്ലാ കാലത്തും സംഘപരിവാരത്തിൻ്റെ ഇതുപോലെയുള്ള നീക്കങ്ങൾക്കെതിരെ പ്രതികരണവും പ്രതിഷേധവും ഒക്കെ നടത്തിയവരാണ് ഞങ്ങൾ. സിനിമ റിലീസാകുമ്പോൾ എന്തെങ്കിലും പ്രതിഷേധ പരിപാടികൾ ഡിവൈഎഫ്ഐ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ SFI എന്തോ ബീഫ് ഫെസ്റ്റിവൽ നടത്തും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ MSF എന്ന് പറയുന്ന ഒരു സംഘടന അതിനെതിരെ നിലപാട് പറഞ്ഞു എന്നാണ് കേട്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഭരണഘടന കൊടുക്കുന്ന അവകാശത്തെ ഇല്ലാതാക്കാൻ ബോധപൂർവമായി ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെതിരെ എല്ലാം പ്രതികരണവും പ്രതിഷേധവും സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി. അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നവർക്ക്, ഈ നിയമനിഷേധം നടത്തുന്നവർക്ക് നാരങ്ങാവെള്ളം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന രീതി DYFIക്കില്ല. അല്ലെങ്കിൽ ഈ സിനിമയുടെ പോസ്റ്ററിന് മുമ്പിൽ ദീപം തെളിയിച്ച് കൈകൂപ്പി നിൽക്കുന്ന നടപടിയും ഞങ്ങൾക്കില്ല. ഇത് രണ്ടും ചേരുക കേരളത്തിൽ KSU, അതുപോലെ യൂത്ത് കോൺഗ്രസ്, MSFനൊക്കെ ആയിരിക്കും. കാരണം അവരുടെ പൂർവികന്മാർ, അവരുടെ മുൻഗാമികൾ അവർക്ക് കാണിച്ചു കൊടുത്ത സമര രീതി അതായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഞങ്ങൾ സംഘടിപ്പിക്കും. ഞങ്ങൾ ഏത് തരത്തിലാണ് ഞങ്ങളുടെ പ്രതികരണവും പ്രതിഷേധവും ഒക്കെ നടത്തേണ്ടത് എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും സിനിമ ഇറങ്ങുന്ന ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യം, MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കേണ്ട കാര്യം കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല, വിശ്വാസികളായിട്ടുള്ളവരുടെ വിശ്വാസത്തെ കൂടി നമ്മൾ മാനിക്കണം എന്ന നിലയിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചാൽ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ പറ്റില്ല എന്നൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. എന്താണ് അത് പറയാനുള്ളത്? ഈ MSFന്റെ ഒരു ഗതികേടാണ് ഞാനിത് പറയുന്നത്. നേരത്തെയും MSF RSSകാർക്ക് അവരുടെ പ്രതിഷേധത്തിന് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ്. അതുപോലെ അവരുടെ നേതാക്കന്മാർ പോയി RSS സമരവേദിയിൽ പോയി അവരെ ഐക്യദാർഢ്യപ്പെട്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം MSF മുന്നോട്ട് വെക്കുന്ന ഈ നിലപാടിനോട് ഒട്ടും യോജിപ്പില്ല. ഞങ്ങൾ അങ്ങനെ നാരങ്ങാ വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഈ കേരള സ്റ്റോറിയുടെ ചിത്രത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ അവരുടെ പോസ്റ്ററിന് മുമ്പിൽ കൈകൂപ്പി നിന്ന് ദീപം തെളിയിക്കാനും താല്പര്യം കാണിക്കുന്നില്ല. അത് അല്ല ഞങ്ങളുടെ സമരരീതി. നമ്മുടെ ഭരണഘടനയിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നിയമ സംവിധാനത്തിൽ ബീഫ് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ്, അത് മറ്റുള്ളവർ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആരെയും നിർബന്ധിച്ച് ഒന്നും കഴിപ്പിക്കുന്നില്ല. എന്നാൽ ആരെയും നിർബന്ധിച്ച് കഴിക്കരുത് എന്നും പറയരുത്. അങ്ങനെ കഴിക്കരുത് എന്ന് നിർബന്ധിച്ച് ആരെങ്കിലും പറയുകയും അങ്ങനെ ഒരു നരേഷൻ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കും.